ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വൊക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് പിടിയിലായത്. റാന്നിയിൽ നിന്നാണ് പ്രത്യേക പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. തിരുവല്ല ചുമത്ര സ്വദേശിയാണ് പ്രക്ഷോഭ്. കേസിൽ ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ബംഗളൂരുവിലേക്ക് കടന്നെന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. കേസിൽ മുഖ്യപ്രതിയായ മരണസുബിൻ, ബെർലിൻദാസ്, വരുൺകുമാർ എന്നിവർ പിടിയിലായിരുന്നു. കേസിൽ പ്രതികളായ കിരൺ, സജിൻ എന്നിവരാണ് ഒളിവിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ ഒളിവിലായിരുന്ന നിരണം സ്വദേശി വരുൺകുമാറിനെ ആലുവയിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം പിടികൂടിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ്. അധിക്ഷേപ കേസിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിന് നിർണായകം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ ആദ്യ പരാതിക്കാരിയായ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയായ അഭിഭാഷക ദീപ ജോസഫ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേസെടുത്തത് ചോദ്യം ചെയ്തതിനാണ് ഹർജി. കേസിൽ പരാതിക്കാരി തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. തന്നെയും കേസിലെ മറ്റു 2 പരാതിക്കാരെയും ദീപ നിരന്തരം വേട്ടയാടുകയാണെന്നും സുപ്രീംകോടതിയിൽ ദീപ നൽകിയ സത്യവാങ്മൂലവും വക്കാലത്തും വ്യാജമാണെന്നാരോപിച്ച് പരാതിക്കാരി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കാണാതായ 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതെന്ന സ്ഥിരീകരണം. പ്രതിപിടിയിൽ. വയനാട് മാനന്തവാടിയിൽ 4 വയസ്സുകാരിയെ കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോകൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ പ്രതി പടിഞ്ഞാറേത്തറ സ്വദേശി ജിഹാസിനെ പോലീസ് പിടികൂടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 4 വയസ്സുകാരിയെ കാണാതായത്. പിന്നാലെ 2 മണിക്കൂറിന് ശേഷം 7 കിലോമീറ്റർ അകലെ വെച്ച് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ സ്കൂട്ടറിലിരുത്തി ഒരാൾ കൊണ്ടുപോകുന്നത് പോലീസ് കണ്ടെത്തിയിരുന്നു. പാലക്കാട് ടൂറിസ്റ്റ് ബസും ലോറിയും കൂട്ടിയിടിച്ച് 18 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്ത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പുതുപ്പരിയാരം എരുവിൽത്തോട് പാലത്തിൽ വെച്ച് ദിശ തെറ്റിച്ചെത്തിയ മിനി ലോറി ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് കയറുകയായിരുന്നു. മലപ്പുറം അരീക്കോട് നിന്ന് ക്ഷേത്ര ദർശനത്തിനായി പാലക്കാട്ടേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരിൽ 10 പേർ സ്ത്രീകളാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൈക്കും കാലിനും പരിക്കേറ്റ ചിലർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്.